ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കട്ടപ്പനയിലാണ്, കട്ടപ്പന ഫെസ്റ്റ് കാണാൻ വേണ്ടി. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ തങ്കമണിയിലെ ബാഡ്മിൻ്റൺ കോച്ച് നികേതൻ സാറാണ്. അപ്പോൾ പുള്ളീനെയും കൂട്ടിയാണ് നമ്മൾ പോയത്. നമ്മുടെ കോസ്മോസ് അണ്ണൻ ജോലിയൊക്കെ ആയി പോയതുകൊണ്ട് തന്നെ അവനില്ലാത്തതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഒരുപാട് ചെടികൾ, വ്യത്യസ്തമായ പൂക്കളുമായി നിൽക്കുന്ന കാഴ്ചയാണ്. അത് പല ഡിസൈനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഈ ഒരു കാഴ്ച നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫെസ്റ്റിന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ടണലുണ്ടായിരുന്നു. ആ ടണലിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരുപാട് മീനുകളെ, പല രീതിയിലുള്ള മീനുകളെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഈ പ്രാവശ്യം ആ ഒരു ടണലില്ല, അതിന് പകരമാണെന്ന് തോന്നുന്നു ഇതുപോലെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ പൂവിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ താണ്ട കിടക്കുന്ന നമ്മുടെ മത്സ്യ കന്യക. ഈ പ്രാവശ്യത്തെ കട്ടപ്പന ഫെസ്റ്റ് കണ്ട് വന്നവരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഇവിടെ കാണാൻ കൊള്ളാവുന്ന ഈ മത്സ്യകന്യക മാത്രമാണെന്നാണ്, വേറെ വലിയ സെറ്റപ്പൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ തവണ ഫെസ്റ്റ് കാണാൻ വന്നപ്പോഴത്തേക്കും നമുക്ക് മത്സ്യകന്യനെ കാണാൻ പറ്റിയില്ല. അതുപോലെ നമ്മൾ ആലപ്പുഴ ഫെസ്റ്റ് കൂടാനും പോയിരുന്നു. അവിടെ ചെന്നപ്പോഴും മത്സ്യകന്യകനെ കണ്ടില്ല. എന്നായാലും ഈ പ്രാവശ്യം മത്സ്യകന്യകനെ കാണാൻ പറ്റി എന്ന സന്തോഷത്തിൽ നമ്മൾ മത്സ്യകന്യകനെയും കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് ചെന്നു. അടുത്ത സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് കിളികളൊക്കെയാണ് അവിടെ. അപ്പോൾ കിളികളുടെയൊക്കെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വിവിധ തരത്തിലുള്ള കോഴികളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ പാമ്പിനെയൊക്കെ കഴുത്തിലിടുന്ന പരിപാടിയൊക്കെ ഉണ്ട്, അതിനൊക്കെ പൈസ കൊടുക്കണം. പിന്നെ പാമ്പിനെ നമുക്ക് പണ്ടേ പേടിയായതുകൊണ്ടും പാമ്പിനെ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടും പാമ്പിനെ നമ്മൾ വെറുതെ വിട്ടു. ഇതാണ്ട് ഒരു വെറൈറ്റി കിളിയാണ്, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. ഒരു വെറൈറ്റി സംഭവങ്ങൾ തന്നെയാണ് ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ്ട് ഒരു ചേട്ടൻ പാമ്പുമായിട്ട് നടക്കുന്നു, പാമ്പ്. അപ്പോൾ പാമ്പിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഭീകരൻ പാമ്പായിരുന്നു കേട്ടോ. വിവിധ തരത്തിലുള്ള കിളികൾ, ഇതൊക്കെ ഏത് കിളികളാണെന്ന് പക്ഷിശാസ്ത്രം പഠിച്ചവരോട് ചോദിച്ചാൽ അറിയാമായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ കിളിയുടെയൊക്കെ കാഴ്ച കണ്ട് മുന്നോട്ട് നീങ്ങി. അപ്പോൾ കുറേ ഫർണിച്ചർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് അതങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അധികം ആൾക്കാർ കയറുന്നില്ല, കാരണം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കും. എല്ലാവരും ഗാനമേളയൊക്കെ ആസ്വദിച്ച് നിൽക്കുന്നു. ഒരു ചേട്ടൻ അവിടെ കടല വറുക്കുക എന്ന് തോന്നുന്നു. അപ്പം ഗാനമേളയൊക്കെ അത്യാവശ്യം നല്ല സൂപ്പർ പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ വിഷയമുള്ളതുകൊണ്ട് നമ്മളതൊന്നും കേൾപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ വയസ്സ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അങ്ങനെ ഫെസ്റ്റിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സൂര്യ അണ്ണൻ്റെ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, കറുപ്പ്, അത് കാണാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം ഏകദേശം 12:30 ആയപ്പോഴത്തേക്കും പടം തരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫെസ്റ്റെല്ലാം കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ചാറ്റൽ മഴ ഏകദേശം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സീറ്റ് മൊത്തം വെള്ളം കയറി ഇരിക്കുകയായിരുന്നു. പിന്നെ അതൊരു വിധത്തിൽ തുടച്ച് മാറ്റി. പിന്നെ പതുക്കെ നമ്മൾ നേരെ തിയേറ്ററിൽ പോയി ടിക്കറ്റും എടുത്ത് പടവും കണ്ടു. അപ്പോൾ പടം കാണുന്ന സംഭവമൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഫോണിലെ ചാർജ് ഏകദേശം അല്ല 3/4% തീർത്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊരു ഫോട്ടോ എടുക്കുമല്ലോ, കറുപ്പെന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമ്പോൾ അപ്പം തന്നെ ഫോട്ടോയൊക്കെ എടുക്കണമല്ലോ. അതുകൊണ്ട് കുറച്ച് ചാർജ് ഫോണിൽ ബാക്കി വെച്ച് ആ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഗായ്സ്. അപ്പോൾ ഇതുപോലെ അടിച്ച് പൊളിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.